എല്ലാവർക്കും ഒരിക്കൽ കൂടി ജാനകീസ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കൂർഗിലേക്കാണ്. മടിക്കേരി കൂർഗ് കർണാടക ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബാംഗ്ലൂർ കെമ്പേഗൌഡ ബസ് സ്റ്റേഷൻ മജസ്റ്റിക്കിൽ നിന്നാണ്. KSRTC കർണാടക RTCയുടെ ഇലക്ട്രിക് വെഹിക്കിളിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ 7:15 ഇവിടുന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:30 നമ്മൾ മടിക്കേരി കൂർഗിലെത്തും. ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും മക്കളും അനുപ്രിയും. അപ്പം ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ 7:15 തന്നെ ബസ് പുറപ്പെട്ടു. പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് പലതരം കൃഷികൾ, കുരുമുളക്, കോഫി, അങ്ങനെ ഒരുപാട് കൃഷി നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ അവിടുത്തെ എത്താറാവുമ്പോഴുള്ള ഒരു തണുപ്പും ഒക്കെ ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ മടിക്കേരിയിൽ എത്തിയിരിക്കുകയാണ്. മടിക്കേരി എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. ഒരു 2 BHK ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ എത്തി. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് കാണാം. ഗൈസ്, നമ്മൾ കുടകെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണിത്. ഇതൊരു 2 BHK ഫ്ലാറ്റാണ്. ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ TV, ഇവിടെ ജാനു ബീൻ ബാഗ്, ഇതാണ് ഒരു ബെഡ് കയറി വരുന്ന ഭാഗത്ത്. പിന്നെ ഇത് ബാത്റൂമാണ്. ബാത്റൂമിൽ ആളുണ്ട്. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ ഒരു ഡൈനിങ് ടേബിള്. പിന്നെ ഇത് ഫസ്റ്റ് ബെഡ്റൂം, ഒരു 2 BHK ബെഡ്റൂമാണ്. വിത്ത് കബോർഡ്സാണ്. ഇതാണ് ഒരു റൂം. ഇനി നെക്സ്റ്റ് റൂം ഇതാണ്. പ്രകൃതി ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ റൂം എടുക്കാം എന്നാണ് ജാനു പറയുന്നത്. ഭയങ്കര വ്യൂ ആണ്. ഇത് ജനലിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഈ റൂമിൽ നിന്നിങ്ങനെ പുറത്തോട്ട് നോക്കുമ്പം കാണുന്ന ഇവിടുത്തെ ബാത്റൂം, ഒരു വാഷ് ബേസിൻ, ഒരു ഗീസർ. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കറങ്ങാനായിട്ട് പോവുകയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഹോം സ്റ്റേ. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയുടെ പേരാണ്, ഞാൻ കാണിച്ചു തരാം, പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഹോം സ്റ്റേയുടെ പേരാണ് അതെ, ഈശ്വര കൃപ ഹോം സ്റ്റേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ഫുഡ് കഴിക്കാനായിട്ട് പോവുക. എല്ലാവരും ഉണ്ട്. അനുപ്രിയും ജാനു നാണി അനു എല്ലാവരും ഉണ്ട്. അവിടെ പഞ്ഞിമരം നിൽക്കുന്നുണ്ടോ? പഞ്ഞിമരം, പഞ്ഞി കണ്ടോ? കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകും. കൂർഗിലെത്തി. കൂർഗ് മടിക്കേരിയിലെത്തി കഴിഞ്ഞു. ആദ്യം നടന്ന് നമ്മൾ താഴോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ഒരുപാട് ഹോം സ്റ്റേസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എവിടെയായി ഈ ധൃതി പിടിച്ച് പോകുന്നത്? ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ വന്ന് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു കുഞ്ഞു ഒരു വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് നടക്കണം. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമുണ്ട്. അവിടേക്കാണ് പോകുന്നത്. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കിയിരിക്കുക. ചിക്കൻ പുലാവ്. How is it? കൊള്ളാം. ಮಸಾಲ ರೆಡಿ ಆಗಿದೆ. ರೈಸ್ ಕೊಡ್ತಾನೆ. ರೈಸ್ 2 ಮಿನಿಟ್ಸ್ ರೈಸ್ ಚೂಡ ರೆಡಿ ಆಗಿದೆ.
ചിക്കൻ അല്ലേ? പെപ്പർ ചിക്കൻ മസാല എങ്ങനെയുണ്ട്? ഒന്നും എടുത്ത് നമ്മൾ ഏകദേശം 35 കിലോമീറ്റർ മടിക്കേരിയിൽ നിന്ന് സഞ്ചരിച്ചാണ് ഭാഗമണ്ഡല എന്ന് പറയുന്ന കൊടക് ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഭാഗണ്ഡേശ്വര ടെമ്പിൾ. ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വന്ന് തൊഴുതതിന് ശേഷമാണ് നമ്മൾ തലക്കാവേരി കാണാൻ പോകുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്, ഭയങ്കര ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ത്രിവേണി സംഗമവും കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ തൊഴുതതിന് ശേഷം തലക്കാവേരി കണ്ടിട്ടായിരിക്കും നമ്മൾ ത്രിവേണി സംഗമം കാണുന്നത്. ഇവിടുന്ന് ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇനി നമ്മൾ തലക്കാവേരിയിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തലക്കാവേരിയിലാണ്. ഇതാണ് തലക്കാവേരിയിലോട്ട് നമ്മൾ കയറി ചെല്ലുന്ന ഒരു ആർച്ചാണിത്. ഈ തലക്കാവേരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളൊക്കെ ഉണ്ടാകുന്നത് ഈ ബലിതർപ്പണ സമയത്താണ്. നമ്മൾ ത്രിവേണി സംഗമത്തിൽ വന്ന് കുളിച്ചതിന് ശേഷം അമ്പലത്തിൽ തൊഴുതിട്ടാണ് നമ്മളിവിടെ തലക്കാവേരിയിൽ എല്ലാവരും വരാറുള്ളത്. അപ്പം അത്യാവശ്യം നല്ല തിരക്ക് ഉള്ളൊരു സമയമാണ്. ഇതാണ് തലക്കാവേരി. ഇവിടുന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദിയാണെങ്കിൽ കൂടിയും അത് ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി ഹിൽസ്, വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് കർണാടക ഇവിടയിൽ നിന്നാണ്, തലക്കാവേരിയിൽ നിന്നാണ്. ഏകദേശം മടിക്കേരിയിൽ നിന്ന് 35 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മളിവിടെ എത്തുന്നത്. സമുദ്രതലത്തിൽ നിന്നും ഏകദേശം 4200 കിലോമീറ്റർ മുകളിലാണ് ഈ ഒരു തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. ഈ നദി ഇവിടെയാണ് ഉത്ഭവിക്കുന്നതെങ്കിലും ഇതെല്ലാം താണ്ടി 800 കിലോമീറ്ററോളം സഞ്ചരിച്ച് തമിഴ്നാടും കർണാടകയും കടന്ന് ബേ ഓഫ് ബംഗാളിൽ ചെന്നാണ് പതിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനമാണ് തലക്കാവേരി എന്ന് പറയുന്നത്. ഭയങ്കര പ്രശസ്തമാണ്. അവിടുത്തെ പുണ്യജലമാണ്. അവിടെ പൂജയും കാര്യങ്ങളുമൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അധികം അകത്തോട്ടൊന്നും എടുക്കാത്തത്. തലക്കാവേരിയുടെ ഉത്ഭവ സ്ഥാനമാണ് അവിടെ. അതവർ ഇങ്ങനെ ഒരു കുളം പോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭംഗി, ഇവിടുത്തെ ചുറ്റുമുള്ള ആ ഒരു കാഴ്ചയും ആ വ്യൂ ഒക്കെ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഈ തലക്കാവേരി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ നിന്ന് വന്നെങ്കിലും ആ ഒരു സ്ഥലത്തിൻ്റെ ഈ കുറച്ചും കൂടെ മഞ്ഞുള്ള ഒരു സമയത്താണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഈ ഒരു സ്ഥലം കാണാൻ. ബ്രഹ്മഗിരി മലകളും വെസ്റ്റേൺ ഗട്ട്സ് അതെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന് മുമ്പ് കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഇതിൻ്റെ ബാക്കിലുള്ള ഒരു മലയിലേക്ക് നമ്മളെ കടത്തി വിടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം പക്ഷെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ കുറേ സമയം അവിടുത്തെ ആ ഒരു ഭംഗി കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഭയങ്കര രസമാണ്. പക്ഷേ ടൈമിങ്സ് ഉണ്ട്. 5:30 കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അകത്തോട്ട് കയറ്റി വിടില്ല. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ത്രിവേണി സംഗമം. ഇതാണ് ത്രിവേണി സംഗമം. 1785-90 കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ഈ സ്ഥലം കൈകടത്തുകയും ഇവിടുത്തെ ക്ഷേത്രം കത്തിച്ചു നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഥലം അപ്പോൾ ഭാഗമണ്ഡലയ്ക്ക് വരെ അഫ്സലാബാദ് ആയിരുന്നു. പിന്നീട് ദൊഡ്ഡവീര രാജേന്ദ്ര എന്ന രാജാവ് ഇത് തിരിച്ചു പിടിക്കുകയും അതൊരു സ്വതന്ത്ര കൊടക് രാജ്യമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. കാവേരി ഇവിടെ 2 നദികളുമായിട്ടാണ് ചേരുന്നത്. കന്യക ആൻഡ് സുജോതി എന്ന് പറയുന്ന 2 നദികളുമായി ചേരുന്നു. ഇവിടെ നമ്മൾ റിച്വൽസ് പിന്നെ ബലിതർപ്പണം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ത്രിവേണി സംഗമം.
ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടുവരാം. ഞങ്ങൾ കയറുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലാണ്. ഇവിടെ കൂർഗിൽ ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഇപ്പം കയറുന്നത്. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ. അതെ, എനിക്കാണെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഗായ്സ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനേ താഴോട്ട് നോക്കത്തില്ല. താഴോട്ട് നോക്കിയാൽ നമ്മൾ പേടിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് കണ്ടോ ഗൈസ്, ഈ വ്യൂ കണ്ടോ ഗൈസ്? ഇതാണ് അടിപൊളി വ്യൂ. ഇതൊന്നൊന്നര വ്യൂ ആണ്. ഗൈസ്, ജാനുവിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ കേട്ടോ. താഴേക്ക് നോക്കരുത്. നേരെ നോക്കിയോ? ഇവിടുത്തെ വ്യൂ ആണ് ഇത് ഗൈസ്. നിങ്ങൾ നോക്ക് ഗൈസ്, കിടിലം വ്യൂ, കിടിലം. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്? ഗൈസ്, ഇതൊരു ഒന്നൊന്നര വ്യൂ ആണ്. പിന്നെ ഇത് അൺസൈക്കബിൾ ആണ്. താഴോട്ട് നോക്കരുത്, നമ്മൾ ഈ താഴോട്ടുള്ള നമ്മൾ പേടിക്കും. പേടിയാവുന്നെങ്കിലും ഞാൻ റീൽസ് ഇവിടെ ഓരോരുത്തർ പേടിച്ചത് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്ന രസകരമായ അനുഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മോളെ 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 സൂക്ഷിച്ചിരിക്കണേ. ഗൈസ്, ഇത് കണ്ടല്ലേ, ഇവർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പേടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഈ ഇരിക്കുന്ന മഹാന്മാർക്കും മഹതികൾക്കും ഒന്നും ഒരു പേടിയില്ല. ആര് തരും? ഇത് പ്രൈവറ്റ് ആണോ? എന്നാ തുടങ്ങിയത്? അത്ര ആയിട്ടുള്ളോ? ഓ ശരി ശരി. ഇനി ഫർദർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവോ? ഇത്രേ ഉള്ളോ? സിപ്പ് ലൈൻ വരും. ആണോ? ഓക്കെ. ഇവിടെയാ? ആ ശരി ശരി. ഹട്ട് ഹൗസ് ഉണ്ട്. പേടിപ്പെടുത്തുന്ന എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്യും ഗൈസ്. അയ്യോ, ഭയങ്കര വ്യൂ ആണ്. കണ്ടാ, തലകും വിലകും സെൽഫി എടുക്കുന്നത്. നമ്മളിവിടെ അലൗഡ് ഉള്ളൂ. ഇത്രയും പേടിപ്പെടുത്തുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര വ്യൂ ആണ്. നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. താഴോട്ട് നോക്കാതിരുന്നാൽ പേടിയാവത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ മടങ്ങുകയാണ്. നമുക്ക് ഏകദേശം 8 മിനിറ്റാന്ന് തോന്നുന്നു നമുക്കവിടെ നിൽക്കാനുള്ള പെർമിഷൻ തരുന്നത്. ഇതാണ് അതിൻ്റെ പേര്, ബ്രിഡ്ജ് ഓഫ് കൂർഗ്, ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പം നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ
താമസിച്ച സ്ഥലവും അവിടുത്തെ ശവപ്പറമ്പും കാണിക്കുന്നതായിരിക്കും. ഒപ്പം മറ്റനേകം കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.